നിലമ്പൂർ പോര്. മുസ്ലിം ലീഗ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് രൂക്ഷ വിമർശനം. തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് മെമ്പറാക്കാനുള്ള പ്രഖ്യാപനം വൈകിച്ചത് സതീശനെന്ന് ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നു. പി.വി. അൻവർ വിഷയത്തിലെ കോൺഗ്രസ് നിലപാടിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ലീഗ് യു.ഡി.എഫിൽ നിലനിൽക്കണോ വേണ്ടയോ എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് നിശ്ചയിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം അൻവർ കൈക്കൊണ്ട അതേ സമയത്തായിരുന്നു മലപ്പുറത്ത് ലീഗിന്റെ സുപ്രധാന യോഗവും നടന്നിരുന്നത്. അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താത്ത തീരുമാനത്തിനെതിരെ ലീഗിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ മാസം 2-ാം തീയതി കോഴിക്കോട് ചേർന്ന യു.ഡി.എഫ് യോഗത്തിൽ അൻവറിനെ മുന്നിലെടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതായിരുന്നു. പക്ഷേ അത് അറിയിക്കാനുള്ള ചുമതല വി.ഡി. സതീശനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. വി.ഡി. സതീശൻ അത് അറിയിക്കാത്തതാണ് ഈ ഒരു വിഷയങ്ങൾ ഇത്രയും കൂടുതൽ വഷളാക്കിയതെന്ന് ലീഗ് യോഗത്തിൽ അഭിപ്രായമുയർന്നു. മാത്രമല്ല, ലീഗ് വളരെ ശ്രമിച്ചിട്ടും പലതവണ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടും വി.ഡി. സതീശൻ പിടിവാശി കാണിക്കുകയായിരുന്നു എന്ന അഭിപ്രായവും ലീഗിനുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ നേടാവുന്ന മേൽക്കൈ അത് ഈ ഒരു പ്രശ്നം കാരണം യു.ഡി.എഫ് നഷ്ടമാക്കിയെന്ന വിമർശനമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. വി.ഡി. സതീശൻ്റെ പിടിവാശിയാണ് ഈ വിഷയങ്ങൾ ഇത്രയധികം വഷളാക്കിയതെന്നും ലീഗിൽ അഭിപ്രായമുണ്ട്. മാത്രമല്ല, അതിനപ്പുറം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ ലീഗ് യു.ഡി.എഫിൽ തുടരണമെന്ന കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്ന അഭിപ്രായവും ലീഗ് യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. അത്രമാത്രം ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അൻവർ മത്സരിക്കാനെത്തിയത് യു.ഡി.എഫിൻ്റെ വിജയസാധ്യതകളെ ബാധിക്കുമെങ്കിലും വിജയിക്കാൻ യു.ഡി.എഫിന് കഴിയുന്ന സാഹചര്യം തന്നെയാണ് മണ്ഡലത്തിലുള്ളതെന്നും ലീഗ് അതിനായി മെയ് മറന്ന് പ്രവർത്തിക്കുമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും ലീഗിൻ്റെ ഈ ഒരു തീരുമാനം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എതിരെയുള്ള വിമർശനം കൂടിയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഇതിൽ ഗ്രൂപ്പ് തർക്കത്തിന്, അതായത് വി.ഡി. സതീശനെതിരെയുള്ള നീക്കങ്ങൾക്ക് ഒരായുധമാക്കുകയാണ് ഈ വിഷയമെന്ന അഭിപ്രായവും ലീഗിലുണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയാവുന്ന ഒരു മേൽക്കൈ വി.ഡി. സതീശൻ്റെ പിടിവാശി കാരണം നഷ്ടമായി എന്ന അഭിപ്രായമാണ് ലീഗിനുള്ളത്. അതിലുപരി ലീഗ് മുൻകൈയെടുത്ത ഒരു സമവായ ചർച്ച, സമവായ ശ്രമങ്ങൾ അത് ഫലം കാണാത്തതിലുള്ള നിരാശയും ലീഗിനുണ്ട്. എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ പക്ഷേ മെയ് മറന്ന് പ്രവർത്തിച്ച് വിജയം യു.ഡി.എഫിന് നേടിക്കൊടുക്കാനുള്ള തീരുമാനമാണ് ലീഗ് എടുത്തിട്ടുള്ളത്. പക്ഷേ അൻവർ വിഷയത്തിൽ ഈ അതൃപ്തി എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതാണ് കണ്ടറിയാനുള്ള കാര്യം. നിലമ്പൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. പിണറായി സത്തിനെതിരെ പോരാടാനിറങ്ങിയ പി.വി. അൻവർ ഒടുവിൽ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇനിയൊരു യു.ഡി.എഫ് സഹകരണമില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശക്തി തെളിയിക്കലാണ്. പിണറായിക്കെതിരെ പോരാടി തുടങ്ങിയ അൻവർ ഒടുവിൽ വി.ഡി. സതീശനെയും മുഖ്യ ശത്രുവാക്കി. ഒടുവിൽ സസ്പെൻസ് അൻവർ തന്നെ അവസാനിപ്പിച്ചു. തർക്കിച്ച് വെല്ലുവിളിച്ച് യു.ഡി.എഫ് പ്രവേശനത്തിന് വഴി തേടിയ അൻവർ ഇനി തൽക്കാലത്തേക്കെങ്കിലും യു.ഡി.എഫ് സഹകരണം മുന്നിൽ കാണുന്നില്ല. നിലമ്പൂരിൽ നാളെ നോമിനേഷൻ നൽകും. ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായി സത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവുക. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പോൾ 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെയാ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും യു.ഡി.എഫിൻ്റെ വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അതിന് നിൽക്കണം. അതല്ല, എൻ്റെ വാതിൽ കൂടി അടച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിണറായിത്തെ വെല്ലുവിളിച്ചു തുടങ്ങിയ അൻവർ ഒടുവിൽ യു.ഡി.എഫിൻ്റെ ചെയർമാനെ തന്നെ സമാന അകലത്തിൽ നിർത്തുകയാണ്. അൻവറില്ലാതെയും നിലമ്പൂർ വിജയിക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനം. 3-ാം വട്ടവും തുടർഭരണത്തിനൊരുങ്ങുന്ന പിണറായിയെ താഴെയിറക്കാൻ സതീശന് കഴിയില്ലെന്നാണ് അൻവറിൻ്റെ വെല്ലുവിളി. മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിൻ്റെ 3-ാമത്തെ ദിവസം വിളിച്ചിരുത്തി. ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിൻ്റെ ഭാഗമാണ്. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. താൻ പിന്തുണച്ചാലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല.
UDF സ്ഥാനാർത്ഥിക്കെതിരെ ന്യൂനപക്ഷ വികാരം ഇളക്കിവിടാൻ ഉതകുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. പിന്നെന്താ, മൂപ്പർക്ക് ദേശീയ അവാർഡ് കിട്ടി. പാഠമൊന്ന് വിലാപം, ഒരു സിനിമ. ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ്? ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ. ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. UDFിലെ പ്രബല വിഭാഗം അൻവറിനൊപ്പം നിന്നപ്പോൾ VD സതീശന്റെ കടുത്ത നിലപാടാണ് തിരിച്ചടിയായത്. ജീവൻ മരണ പോരാട്ടമായ നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ് കളിച്ചത് പ്രായോഗിക രാഷ്ട്രീയമല്ലെന്ന് വാദിക്കുന്നവർ മുന്നണിയിലുണ്ട്. ഭാവിയിലെങ്കിലും സതീശനെതിരെ ഈ വികാരം ആളിക്കത്തിക്കാൻ ലക്ഷ്യമിടുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, അത് നീട്ടി കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത്. ഇടതു വലത് മുന്നണികളെ ഒരുപോലെ വെല്ലുവിളിച്ചുള്ള രാഷ്ട്രീയ പരീക്ഷണമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. മത്സരത്തിനിറങ്ങുമ്പോൾ വിജയത്തിനപ്പുറം തന്റെ ശക്തി തെളിയിക്കാനാണ് അൻവറിന്റെ ശ്രമം. ഇങ്ങനെയുണ്ട് ചതി. ജനങ്ങൾ ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞ എനിക്കിനി ഒന്നുമില്ല, ജനങ്ങളിലേക്ക് വിട്ടു. ഞാൻ നാളെ നോമിനേഷൻ കൊടുത്തിട്ട് ആ ജനങ്ങളുടെ ഇടയിലൂടെ ഉണ്ടാവും. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങളെ ബാധിക്കില്ലെന്ന് ഇരുമുന്നണികളും പറയുന്നുണ്ടെങ്കിലും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഏറെ ടെസ്റ്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം. ന്യൂസ് 18 മലപ്പുറം. അൻവറിനെ സഹകരിപ്പിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അവസാനിക്കാതെ അവ്യക്തത. അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്ന് ആവർത്തിച്ച് VD സതീശൻ. ഇനി UDFിൽ ആരും അൻവറുമായി ചർച്ച നടത്തില്ലെന്ന് VD സതീശൻ വ്യക്തമാക്കി. എന്നാൽ അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്നത് സതീശന്റെ മാത്രം അഭിപ്രായമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ വാതിൽ അടച്ചു എന്നും വാതിൽ തുറന്നു എന്നും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFിന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. UDFിന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും.